ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇടിച്ചിടിച്ചിടിച്ച് ഇന്ന് പൊറോട്ടയുടെ പരിപ്പളം. ഹായ്, 1 2 3 വ്ളോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തന്നെ സ്വന്തം സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, എല്ലാം ചെയ്യുക കേട്ടോ. ഇവിടെ ഷെൽട്ടർ ഉണ്ടാക്കിയാലേ നമുക്ക് ഇവിടെ നല്ല നിരപ്പുണ്ട്, ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ല. എന്നാൽ ഇവിടെ ഉണ്ടാക്കിയേക്കാം. എന്തായാലും കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ദേ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഷെൽട്ടർ നിർമ്മിക്കുന്നു. നല്ല വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസപ്പെടുത്തി. ഇവിടെ വെക്കാട്ടോ. ആ, തോട്ടാപ്പുഴു ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെക്കണേ. തോട്ടാപ്പുഴു അല്ല, തോട്ടപ്പുഴു. ഇവിടെ നമുക്ക് വെട്ടി തെളിക്കാം. ആ, വെട്ട്. നമുക്കിവിടെ കാട് വീശിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഇവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട്, വേറെ ഒന്നുമില്ല. 5-6 വാഴക്കുഞ്ഞുങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. മത്സരിച്ച് വെട്ടുന്നുണ്ട്. ഓക്കെ, ടെന്റ് കെട്ടാനുള്ളയിടം, ടെന്റ് കെട്ടാനുള്ളയിടം ദേ നല്ലപോലെ വീശി എടുത്തിട്ടുണ്ട്. ഞാൻ കാട് വെട്ടി, നിഷ ദേ എല്ലാം വാരി കൂട്ടുന്നുണ്ട്. ടെൻ്റ് ഉണ്ടാക്കാനുള്ള ഈറ്റ ഞങ്ങൾ ലോഡ് കണക്കിന് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പഴയതുമുണ്ട് പുതിയതുമുണ്ട്. ഒരു ലോഡ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിഷ അത് അവിടെ നിന്ന് നല്ല പണിയെടുക്കുന്നു. പിന്നെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ദേ ഒരു റോഡുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ജീപ്പുകളും വണ്ടികളും ഒക്കെ പോകുന്നതാണ്. പിന്നെ തൊട്ടടുത്ത ഏലത്തോട്ടമാണ്. ഏലം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. നല്ല കിടിലൻ ഏലം. അതേ പോണൊരു വണ്ടി. ഉണ്ടോ? ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന വണ്ടികളാണ്. നമ്മൾ ടെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ സൈഡിൽ ഇതേ ഇതുണ്ട്, പിന്നെ പാവയ്ക്കൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ. കാട്ടുപാവലാണ്. ഇത്തിരി മുഴുപ്പാവുള്ളൂ. കാട്ടുപാവൽ വേണ്ട. ഇവിടെ മൊത്തം അതാ കിടക്കുന്നത്. നല്ലതാട്ടോ, കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. കയ്പൊന്നുമില്ല വലിയവരായിട്ട്. ഈറ്റകളെല്ലാം നമുക്ക് ആവശ്യമായ അളവിന് മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ ഷെൽട്ടറിന് ആവശ്യമായ തൂണൊക്കെ കുഴിച്ചിട്ട് കെട്ടിത്തുടങ്ങി. മഴക്കാറുണ്ട്, മഴ പെയ്യുമോയെന്നറിയില്ല. അതുകൊണ്ട് ഉത്സാഹമാണ് ഇന്ന് ഉണ്ടാക്കുക. മഴയ്ക്ക് മുമ്പ് ഒന്ന് കെട്ടി തീർക്കണം. ഫ്രെയിമൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയണേ, എനിക്ക് മനസ്സിലായില്ല. കെട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രെയിമാണ്. അങ്ങനെ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ പണി ഏകദേശം പകുതി എത്തിയതേ ഉള്ളൂ. തട്ടൊക്കെ റെഡിയാക്കി വരുന്നു. പക്ഷെ ഇങ്ങനെ കയറി ഇരിപ്പുണ്ട്. തട്ടത്രേ ഇപ്പോൾ ഈറ്റ തീർന്നു പോയി. ഇനി ഈറ്റ വെട്ടണം. ഒരു ചെറിയ കാപ്പി കൂടി നല്ല കിടിലൻ ചക്കയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചക്കയുടെ കഴിക്കുന്നു. കുറച്ച് നേരം വിശ്രമിക്കുന്നു. ചക്കയുടെ എടുക്കത്തിന് നല്ല ഇടനേലയുടെ മണം അല്ലേ? നല്ല മണമുണ്ട്. നല്ല കിടിലൻ ചക്കയുടെ. ഒരു പട്ടി. അങ്ങനെ ഞങ്ങൾ ടെൻ്റൊക്കെ ഏകദേശം റെഡിയാക്കി
അതായത് ഇനി ഓല മേഞ്ഞാൽ മതി. ഇരിക്കാനുള്ള സ്റ്റെപ്പ് റെഡി. ഇരിക്കാനും മുകളിലേക്ക് കയറി പോകാനും ഒക്കെ ഇത് മതി. പിന്നെ അതേ ഇല വെട്ടിക്കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല തെളിച്ച് ക്ലീനാക്കി. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാം വെച്ച് കെട്ടി വന്നു. ഇനി അടുപ്പുണ്ടാക്കണം, കുക്ക് ചെയ്യണം. ഇതിൻ്റെ മൊത്തം ഈറ്റയിലയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് മേഞ്ഞെടുക്കണം. അത് തന്നെ, ഭയങ്കര ചൂടുമാണ്. വൈകുന്നേരമായിട്ടും ഭയങ്കര ചൂട്. ഞങ്ങൾ കിടിലൻ ഒരു അടുപ്പുണ്ടാക്കി. ഇതേ വിറക് കൊണ്ടുവന്ന് കൂട്ടി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമ്മുടെ ടെൻറ്റ് ഷെൽട്ടർ, ഇന്നത്തെ ഷെൽട്ടർ നല്ല അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. ചെറിയ വീടിന്റെ മാതൃകയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെ, നല്ല ഭംഗിയാ കാണാൻ. കയറി നോക്കിയേ. സുഖടിച്ച് കിടക്കാം. അകമൊക്കെ നല്ല കണ്ടീഷനാക്കി, നല്ല വലിപ്പമുള്ള ടെൻറ്റ്. 3-4 പേർക്ക് കിടക്കാൻ പരുവത്തിനുള്ള വലിപ്പമുണ്ട്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദേ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മേഞ്ഞ് നല്ല അടിപൊളിയായിട്ട്. പക്ഷേ ഇങ്ങനെ താടിക്കൊക്കെ കൈയും കൊടുത്തിരിപ്പുണ്ട്. എല്ലാ സൈഡും ക്ലിയറാക്കി. ഈ എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ട് ഇനി നമ്മളൊന്ന് കുളിച്ച് റെഡിയായി വന്നിട്ട് കുക്കിംഗ് ചെയ്യാം. കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഇനി വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരണം. വീടടുത്ത് തന്നെയാണ്. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. എല്ലാ സാധനവും, വെള്ളം വരെ അവിടെ നിന്ന് ചോന്നുകൊണ്ട് വരണം. നല്ലപോലെ ഇരുട്ടി കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങൾ ഏതായാലും കുക്കിങ്ങിന് വേണ്ടി ഉള്ള തീ കത്തിക്കാൻ വേണ്ടി ചെയ്തത്. എല്ലാ പരിപാടിയും ചെയ്തത് ഇപ്പോഴാണ്. അന്നേരം ഈ വീടുണ്ടാക്കാൻ ഇച്ചിരി വൈകി. അത് കഴിഞ്ഞ് കുളിച്ച് സാധനങ്ങൾ എടുത്തു വന്നതിനും ഈ സമയമായി. അതുകൊണ്ടാണ്. ഇനി വേണം നമുക്ക് കുക്കിംഗ് തുടങ്ങാൻ. കുക്കിങ്ങിന് മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. ഒരു ചെറിയ സർപ്രൈസ്. ഇതവിടെ വെക്കട്ടെ. കനലാകട്ടെ. കനലാകട്ടെ. നിഷ ടെൻറ്റിൻ്റെ അകത്ത് കയറി ഇതേ പാവിരിക്കുന്ന പരിപാടിയാണ്. പായൊക്കെ വിരിക്കുന്നു, തീയൊക്കെ കത്തുന്നു. നമ്മൾ കെട്ടിയ ഷെൽട്ടറിന് ചെറിയ ആട്ടമൊക്കെ ഉണ്ടെങ്കിലും സംഗതി സ്ട്രോങ് ആട്ടോ. ദേ ഇന്ന് ഈ നിൽക്കുന്ന നിഷയുടെ പിറന്നാളാട്ടോ. ഇതേ പിറന്നാളിന് കേക്ക് ഒരെണ്ണം സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നിഷേ. താങ്ക് യു. വരുന്നില്ലല്ലോ. കേക്ക് കഴിച്ചോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും, വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും. ഇന്ന് കുക്കിങ്ങിന് എടുക്കുന്ന നല്ല കിടിലം ബീഫ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബീഫാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ബീഫും പൊറോട്ടയും. ഇത് ഒറ്റ പീസല്ലേ? ഒത്തിരി ചെറുതാക്കണ്ടേ.
ഞാൻ ബീഫ് ഞുറുക്കി കൊടുത്തു. നിഷ അവിടെ ഇരുന്ന് കഴുകണു. ഇന്ന് വിറകടുപ്പിൽ മൺചട്ടിയിലുള്ള ബീഫ് കറിയാണ് സ്പെഷ്യൽ ഇന്ന്. നല്ല നെയ്യൊക്കെ ഉള്ള ബീഫാട്ടോ. നിഷയുടെ സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കാൻ പോവാ. എന്തോരു സമയം ഇരിക്കണം നിഷ? 10 മിനിറ്റ് നേരം വെക്കാം. നമുക്ക് കറി വെക്കാം. എന്നാൽ സമയം പോയി നമ്മുടെ രാത്രിയായില്ലേ? നല്ലപോലെ രാത്രിയായി. രാത്രിയായപ്പോഴായിരുന്നു കുക്കിങ്. ബീഫിന് വേണ്ട സാധനങ്ങളെല്ലാം കൂടെ നിഷ അരിഞ്ഞു കൂട്ടുന്ന ഭാഗമായി കാണുന്നത്. വെളുത്തുള്ളി, ഉള്ളി, സവോള, പച്ചമുളക്, കച്ചറ അരിഞ്ഞു കൂട്ട. കറിയുടെ പണി നമ്മൾ തുടങ്ങുന്നു. പുരട്ടി വെച്ചിരുന്നു മസാല വെച്ച്. ഇനി കറി റെഡിയാക്കുവാണ്. എല്ലാം ഇട്ട് വഴറ്റാൻ പോവാണോ? എന്നൊക്കെ ഉണ്ട്? ഇത് ഇഞ്ചിയും വെളുത്തുള്ളി, അതിന് നമ്മൾ പച്ചമുളകും സവോളയും കറിവേപ്പില ഇതൊന്നും ഇച്ചിരി ആയിട്ടില്ല. ഇപ്പോൾ വാഹന ശല്യവും കുറഞ്ഞു. വാഹനങ്ങളൊന്നും പോകുന്നുമില്ല. തൊട്ടടുത്ത് കൂടെ റോഡുണ്ടോ? ഒരു റോഡിൽ കൂടെ പോണവരെല്ലാം നമ്മുടെ ഈ പരിപാടിയെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്. നിഷ നല്ല ചറപറ കുക്കിങ്ങാ. മൺചട്ടിയൊക്കെ വീട്ടിൽ പൊട്ടാതെ എത്തിപ്പോകാവൂ. പൊട്ടിപ്പോയാലേ എനിക്ക് ഒരെണ്ണം മേടിച്ചു തന്നാച്ചാൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി പൊടികളെല്ലാം കൂടെ ഒന്നിച്ചെടുത്തതാട്ടോ. വീട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാം അടുത്തടുത്തിരിക്കുന്നുണ്ട് നമുക്ക് ഒരേനും ഇടാം. ഇവിടെ അത് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നിച്ച് പൊടികൾ ആവശ്യത്തിനുള്ളത് എടുത്തതാണ്. നിഷ താണ്ട കറിക്കകത്തിടാനാണോ ഫ്രൈക്കകത്തിടാനാണോ? ഇച്ചിരി ഫ്രൈ ആക്കാന്ന് വെച്ചു, തേങ്ങാക്കൊത്തിട്ട്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് റെഡിയാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്തും കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടുണ്ടാക്കണേ. ബീഫ് അങ്ങനെ തിളച്ച് കുന്തളിക്കുന്നു. തിളച്ച് വരട്ടെ. ഇനി കുറച്ച് ബീഫ് ഫ്രൈ, ബീഫ് കറി, പൊറോട്ട എന്ന് പറയുന്നത് പാക്കറ്റ് പൊറോട്ട കേട്ടോ. പാക്കറ്റ് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചുട്ടെടുക്കണം. നമ്മുടെ കറി വറ്റി വരുന്നുണ്ട്. നോക്കട്ടെ ഉപ്പൊക്കെ. എങ്ങനെയുണ്ട്? സൂപ്പർ നോക്കിച്ചു. ഈ മൺചട്ടി കറി വെക്കുന്നതിന് വേറൊരു ടേസ്റ്റാന്നാ പറയണേ. അത് നല്ലതല്ലേ? നമുക്ക് ഇനി വീട്ടിൽ അങ്ങനെയൊക്കെ വെക്കാം. ഇടയ്ക്ക് വെക്കാറുണ്ട്. എന്നാലും ഒന്നും ചേർക്കണ്ട. ചോറ് ഒന്ന് വെച്ച് വെച്ചാൽ മതി. തേങ്ങാക്കൊത്ത് കൈ കഴുകി കളഞ്ഞോ? കൈ കഴുകി എവിടെയെങ്കിലും കൊണ്ട് തേച്ച് വെച്ചാണല്ലോ നേറിയിട്ട്. കറി ആയിട്ടോ, അത്രയും വെച്ചാലും മതിയാ.
ഞാൻ വാങ്ങാം. അല്ലെങ്കിൽ പറ്റിപ്പോ. ഇങ്ങോട്ട് വെക്കട്ടെ? ആ, മുട്ടിത്തടി എടുത്ത് മാറ്റണോ? മുട്ടിത്തടി എടുത്ത് മാറ്റി. അല്ലെങ്കിൽ പറ്റിപ്പോന്ന് നോക്കട്ടെ. അല്ല, പറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഫ്രൈ ഉണ്ടാക്കണം അല്ലേ? എന്നാ ഫ്രൈക്ക് വേണ്ടി എല്ലാം റെഡി ആക്കിക്കോ. തേങ്ങാക്കൊത്ത് കത്തിക്കോട്ടെ. അടുത്തത് ബീഫ് ഫ്രൈക്കുള്ള സംഭവം റെഡിയാക്കുന്നു. നിഷ കുത്തി ഇങ്ങനെ ഇരുന്ന് പണിയാ. ഭയങ്കര കുക്കിങ് വലിയ താല്പര്യമാണ് പുള്ളിക്കാരിക്ക്. എല്ലാം ഉണ്ടാക്കാനും അറിയാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഫുഡുണ്ടാക്കും. അങ്ങനെ നല്ല കിടിലം ബീഫ് ഫ്രൈയും റെഡിയായി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ചുവന്നുള്ളി മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ, സവാള ഇട്ടില്ല. ഇതാണ് പാക്കറ്റ് പൊറോട്ട എന്ന് പറയുന്ന സാധനം. ഇത് ഇതുപോലെ നല്ല പരത്തി റെഡിയാക്കി വരും. കേരള പൊറോട്ട അത് തന്നെ. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല, എന്നാലും എനിക്കിഷ്ടമാണ്, നല്ലതാണ്. ചുട്ടെടുത്ത് റെഡിയാക്കിയാൽ മതി, നല്ലതാണ്, എളുപ്പമാണ്. ഇതേ ഇങ്ങനെ പൊറോട്ട ദോശക്കല്ല് വെച്ച് ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഒരു പ്ലേറ്റിൻ്റെ അകത്ത് വെച്ച് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്ത് ഇടിച്ചു കഴിഞ്ഞാൽ പൊറോട്ട റെഡി. പൊറോട്ടനെ ഇടിച്ച് ഒരു പരുവത്തിനാക്കുക. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇന്ന് പൊറോട്ടയുടെ പരിപ്പളം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം റെഡിയായി. പൊറോട്ട, ബീഫ് ഫ്രൈ, ബീഫ് കറി, പിന്നെ ക്യാരറ്റും കുക്കുംബറും. ഒരു കിടിലൻ ഭക്ഷണം തന്നെയായി ഇന്നത്തെ. ഇനി മിച്ചമുള്ള കറിയും സാധനങ്ങളും എല്ലാം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ. അതൊന്നും മിച്ചം വരുന്നതൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. ഭക്ഷണം ഞങ്ങൾ ഒരു കാരണവശാലും വേസ്റ്റ് ആക്കൂല. ഞങ്ങൾ പൊറോട്ടയും ബീഫും കൂട്ടി ഒരു പിടി പിടിപ്പിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ കഴിച്ചില്ലെങ്കിലേ വയറ്റിൻ്റെ അകത്ത് കാറ്റ് കയറി. കിടിലം ബീഫ് കറി കേട്ടോ, സൂപ്പർ സൂപ്പർ കേട്ടോ. നിഷേ, ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് ബീഫ് കറിയിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് ഫ്രൈയാണ്. രണ്ടും സൂപ്പർ ടേസ്റ്റാ. പക്ഷെ ബീഫ് ഫ്രൈ ഇച്ചിരി കൂടെ കിടിലനായി. അത് തേങ്ങാക്കൊത്തിട്ടില്ല, അതായിരിക്കും. വണ്ടിച്ചക്രം പോലെ സവോള ഇരിക്കുക. രണ്ട് സവോള തിന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു ഇന്നത്തെ. ഇനി അടുത്ത വർഷം. അതെ, വീട്ടിലല്ലാതെ പുറത്തു പോയി ബർത്ത്ഡേ ആഘോഷിച്ചത് ജീവിതത്തിലാദ്യമാണെന്ന് തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ്
ഇത് ടെൻറ്റിന് മുമ്പിലുള്ള അടുപ്പിൽ ഞങ്ങൾ നല്ല മുട്ടിത്തടിയൊക്കെ വെച്ച് ക്യാമ്പ് ഫയർ ഇട്ടു. ഒരു ലൈറ്റ് അവിടെ ഇങ്ങനെ തെളിച്ച് വെച്ചിട്ടുണ്ട്. കിടില ലൈറ്റാട്ടോ, വലിയ കുഴപ്പമില്ലാത്ത ഒരു ലൈറ്റാണ്. അത് വെച്ച് നിഷ ലാണ്ട് പുതപ്പൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കയറി ടെൻറ്റിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. സമയം ഇപ്പോഴത്തെ സമയം ഒന്ന് കാണിച്ചു തരാം. സമയം ഒന്ന് കാണിച്ച്. 12:52. ഇനി നേരം വിളിക്കാൻ കുറച്ച് സമയമുള്ളൂ. ഇവിടെ കിടക്കുന്ന പോലുമില്ല. ഇനി ഒരു കുറച്ച് സമയമേ ഉള്ളൂ നേരം വിളിക്കാൻ. അതൊന്ന് അതിനു മുമ്പൊന്ന് കിടന്നുറങ്ങണം, എന്നാലേ ഒരു ക്ഷീണം തീരുള്ളൂ. ഇത്രയും പണിതതിൻ്റെ ഒക്കെ ക്ഷീണം കിടക്കുക. അത് കഴിഞ്ഞ് നേരം വെളുത്ത് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഈറ്റയിലക്കകത്ത് മൊത്തം ഈറ്റയിലേക്കെല്ലാം ജീവൻ വെച്ചെന്ന് തോന്നുന്നു. പിരുപിരുന്നൊരു സൗണ്ട്, മഴ പെയ്യുന്ന പോലെ അല്ലേ? മഴയായിരിക്കുന്നു. എന്തേലും ആട്ടെ. ആ ഈറ്റയ്ക്കകത്തുള്ള ജീവികളാന്ന് തോന്നുന്നു. ഈറ്റത്തടിക്കകത്ത് ചെറിയ ചെറിയ ജീവികളിരിക്കും. അതാന്ന് തോന്നുന്നു കിരികിരിന്ന് കേൾക്കണേ. എന്തായാലും ആട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഞങ്ങൾ കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? നിഷയും വായിക്കുന്നുണ്ട്, ഞങ്ങളും വായിക്കുന്നുണ്ട്. ഞാൻ മറുപടി കറക്റ്റായിട്ട് ഇട്ട് തരുന്നു. ഞാൻ എല്ലാ കമൻറ്റിനും ലൈക്ക് അടിച്ചു വിടാറുണ്ട്. അത് തന്നെ. അപ്പം ഇനി നേരം വെളുത്ത് കാണാം. ടാറ്റാ. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ്. നേരം വെളുത്തെന്ന് ഓർത്തുകൊണ്ടാണ് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് നേരം വെളുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീയൊക്കെ കെട്ട് കനലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി അതൊന്ന് പോയി കത്തിച്ചിട്ട് കിടക്കാം. സമയമുണ്ടല്ലോ, സമയമാണ് രസം. സമയം 3:27 ആയതേ ഉള്ളൂ. നിഷയാണെങ്കിൽ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കം. ആയുധങ്ങളൊക്കെ ധൈര്യത്തിന് വേണ്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പ്, അകത്താണെങ്കിൽ അത്രയും തണുപ്പില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് അകത്ത്. വീണ്ടും തീ കത്തിയിട്ടുണ്ട്. ഒന്നോ നല്ല തണുപ്പാ. പകല് മുഴുവൻ ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുപ്പും. ഒരു മുട്ടയും കൂടെ വെച്ചാൽ അതിന് കെട്ടുപോകാതിരിക്കട്ടെ. നേരം അങ്ങനെ പരപരാ വെളുത്തു തുടങ്ങി. 5:40 കഴിഞ്ഞു. നിഷേ ഗുഡ് മോർണിംഗ്. 5:40 സമയം. കിളികളൊക്കെ എഴുന്നേക്കാൻ തുടങ്ങുന്നു. എണീറ്റ് വാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കിടന്നുറങ്ങിയിട്ട്?
കുഴപ്പമില്ലായിരുന്നു. നല്ല നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണുണ്ടായിരുന്നു. നല്ല കുറുക്കൊക്കെ വലിച്ച് ഞാൻ നല്ലപോലെ ഉറങ്ങി. ക്ഷീണമായിരുന്നു. തീയൊക്കെ കെടാറായിരുന്നു. അപ്പോൾ പയ്യെ എഴുന്നേറ്റ് വന്ന് തീ കത്തിച്ചിരിക്കുന്നു. കടിഞ്ചായ ഇടാനുള്ള ഒരു പരിപാടി നോക്കുന്നു. അങ്ങനെ കട്ടൻ ചായ തിളപ്പിക്കുന്നു. നിഷ താണ്ട അവിടെ ഇരിക്കുന്നു. ഇനി ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. കറി സാധനങ്ങളും എല്ലാം ഉണ്ട്. ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നേരം വെളുത്തു തുടങ്ങി. കിളികളെല്ലാം എണീറ്റു. കാക്കിരി പീക്കിരി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കിളികളും ബഹളം വയ്ക്കാൻ തുടങ്ങി. രാവിലെ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കട്ടൻ ചായ ഒക്കെ കുടിക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമാട്ടോ. ഇഷ്ടം പോലെ കിളികൾ ബഹളം വയ്ക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. ഷെഡിൻ്റെ അകത്തും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത്ര ഓപ്പൺ ആയിരുന്നുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്യണം. വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് എത്തിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഹൈപ്പും ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ടാറ്റാ.